പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നാം ഒന്നിച്ച് പഠിക്കുവാൻ പോകുന്ന ഒരു വിഷയം സ്വയനീതി എന്ന് പറയുന്ന ബൈബിൾ പരാമർശമാണ്. സ്വയനീതി. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കടക്കയില്ല എന്ന് നമ്മുടെ കർത്താവായ യേശു പറയുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. പരീക്ഷന്മാർ പൊതുവെ സ്വയനീതിക്കാരായ ആളുകളായിരുന്നു. ദൈവം നീതിമാനാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. നീതിമാനായ ദൈവം തന്റെ പരിപൂർണമായ അളവുകോൽ കൊണ്ട് മനുഷ്യനെ അളക്കുമ്പോൾ വാസ്തവത്തിൽ നീതിമാനായി ഒരു മനുഷ്യൻ പോലുമില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു. റോമർ 3:10 മുതൽ 12 വാക്യം. വാസ്തവത്തിൽ നീതിമാന്മാരായി ആരുമില്ലെങ്കിലും നീതിമാന്മാർ എന്ന് സ്വയം നടിക്കുന്ന കോടിക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഈ ഭൂമിയിലുണ്ട്. നീതിമാന്മാരെന്ന് പറയുന്ന ഒറ്റുകാരായ ആളുകളെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 20:20 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പറയാൻ, അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞത്. മത്തായി 23:28. വാസ്തവത്തില് നീതിമാന്മാരായി നീതിമാനല്ലാതിരിക്കെ തന്നെ നീതിമാൻ എന്ന് സ്വയം നടിക്കുന്ന ഭാവിക്കുന്ന ആളുകളെയാണ് കപടഭക്തിക്കാരായ നീതിമാന്മാർ അല്ലെങ്കിൽ സ്വയനീതിക്കാർ എന്ന് പറയുന്നു. ഒരു നല്ല ജീവിതമോ മറ്റ് ഏതെങ്കിലും സൽപ്രവൃത്തികൾ മൂലമോ ഒരാൾക്ക് നീതിമാനാകുവാൻ സാധിക്കുകയില്ല. എന്നാൽ നന്നായി ജീവിച്ചും സൽപ്രവൃത്തികൾ ചെയ്തും നീതിമാന്മാരായി തീരുമാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് എല്ലാ വിഭാഗങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം എന്നാണ് പറയുന്നത്, യെശയ്യാ 64:6, ഞങ്ങളെല്ലാവരും അശുദ്ധന്മാരെ പോലെയാകുന്നു, എല്ലാവരും അശുദ്ധരെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണികൾ പോലെയത്രേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റ് പോലെ പറപ്പിച്ചുടയുന്നു. യെശയ്യാവ് 64:6. പാപിയായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മെച്ചമായ സൽപ്രവൃത്തിയും പരിശുദ്ധനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അംഗീകാരത്തിന് യോഗ്യമല്ല, അതവനെ നീതിമാൻ ആക്കുകയുമില്ല. ജൂലിയസ് സീസർ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഒരിക്കൽ യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു നാട്ടുരാജാവുമായി അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടു. ആ നാട്ടുരാജാവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാട്ടുരാജാവ് വളരെ പണം ചെലവഴിച്ച് ഒരു കിരീടമുണ്ടാക്കി വിലയേറിയ മുത്തുകളും രത്നങ്ങളുമെല്ലാം ആ കിരീടത്തിന്മേൽ പതിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ മുഖാന്തരമായി ഇത് ജൂലിയസ് സീസർക്ക് കൊടുത്തയച്ചു. എന്നാൽ ജൂലിയസ് സീസർ ആ കിരീടം വാങ്ങിയില്ല. അദ്ദേഹം വാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ രാജാവ് ഇപ്പോഴും എന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ രാജാവ് എനിക്ക് കീഴ്പ്പെടാനാണ് അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം എനിക്ക് കീഴ്പ്പെടാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നോട് കീഴ്പ്പെടാതെ നിരന്തരമായി എന്നോട് യുദ്ധം ചെയ്യുന്ന അദ്ദേഹം കൊടുത്തു വെച്ചിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് ഈ കിരീടമെങ്കിലും അത് വാങ്ങുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ജൂലിയസ് സീസർ പറഞ്ഞ് ആ കിരീടം മടക്കി അയച്ചതായിട്ട് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ജന്മനാ ദൈവത്തിന്റെ മുമ്പാകെ ശത്രുവായിരിക്കുന്ന പാപിയായിരിക്കുന്ന മനുഷ്യൻ അവൻ ചെയ്യുന്ന യാതൊരുവിധ സൽപ്രവൃത്തികളും ദൈവമുമ്പാകെ അവനെ നീതിമാൻ ആക്കുകയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നാൽ മനുഷ്യൻ ദൈവമുമ്പാകെ നീതിമാൻ ആകുന്നത് എങ്ങനെയാണെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. മർത്യൻ ദൈവസ്ഥാനിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ വിശുദ്ധനായി തീരുന്നത് എങ്ങനെ? യോബ് ചോദിക്കുകയാണ്. തന്റെ നീതിയെ ഭംഗപ്പെടുത്തി അഥവാ ബലികഴിച്ച് ഒരു പാപിയെ നീതീകരിക്കാൻ ദൈവത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ നീതിക്ക് ഒരു നാളും ഭംഗം വരികയില്ല. അപ്പൊ ദൈവത്തിന് തന്റെ നീതിയെ നിഷേധിച്ചൊരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ദൈവം ന്യായാധിപനായ ഒരു സിംഹാസനത്തിലിരിക്കുകയാണ്. ന്യായാധിപനായ ദൈവത്തിന്റെ നീതി ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, പാപിയായ മനുഷ്യൻ ശിക്ഷായോഗ്യനാണ്, നീ അവനെ ശിക്ഷിച്ച് നരകത്തിലേക്ക് അയക്കണമേ എന്ന്. അപ്പോൾ തന്നെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തോട് ദൈവത്തിന്റെ കരുണ മറുഭാഗത്ത് പറയുകയാണ്, അല്ലയോ ദൈവമേ, മഹാദൈവമേ, മനുഷ്യൻ പാപം ചെയ്തു പോയി, അവൻ നരകത്തിന് യോഗ്യനായി തീർന്നിരിക്കുകയാണ്, നീ അവനോട് ക്ഷമിക്കണമേ, അവനെ നരകത്തിലേക്ക് അയക്കരുതേ, അവന് രക്ഷ നൽകണമേ എന്നപേക്ഷിക്കുന്നു. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ നീതി പാപിയെ ശിക്ഷിച്ച് നരകത്തിലേക്ക് വിടാൻ നിർബന്ധിക്കുന്നു, മറുഭാഗത്ത് ദൈവത്തിന്റെ കരുണ പാപിയെ
പാപം ക്ഷമിച്ച് അവനെ കരുണ കാണിക്കപ്പെട്ടവനായി നിത്യരാജ്യത്തിലേക്ക് ചേർത്തുള്ളവനായിട്ട് നിർബന്ധിക്കുന്നു. ഒരു ഭാഗത്ത് ദൈവനീതി നടപ്പാക്കണം, മറുഭാഗത്ത് ദൈവത്തിന്റെ കരുണയും കാണിക്കണം. ഇവിടെയാണ് ഒരു മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത്. ആ മധ്യസ്ഥനാണ് കർത്താവായ യേശു. തിമോത്തിയോസ് വായിക്കുമ്പോൾ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി തീർന്നവന് ഒരുവൻ തന്നെ കർത്താവായ യേശു എന്ന് പൗലോസ് പറയുന്നു. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞങ്ങളെ ഇരുവരെയും തമ്മിൽ പറഞ്ഞ് നിരപ്പിക്കരുതിന് ഞങ്ങൾക്ക് ഇരുവർക്കും മധ്യത്തിൽ ഒരു മധ്യസ്ഥന ഇല്ല എന്നുള്ള വിലാപം യോബ് പറയുന്നതായി നാം അവിടെ വായിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോബിന് 9:33. അപ്പൊ വാസ്തവത്തില് ഒരു മധ്യസ്ഥന്റെ ആവശ്യം വരുന്നത് എവിടെയാണ്? നീതിയും കരുണയും ഒരുപോലെ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒരിടമായി തീരുന്നതിനാണ് ഒരു മധ്യസ്ഥൻ ആവശ്യമായി വരുന്നത്. അപ്പൊ ദൈവത്താൽ നിയമിതനായ ഒരു മധ്യസ്ഥനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണല്ലോ. തിമോത്തിയോസിന്റെ 2:5-6 വാക്യങ്ങൾ അതായത് ഞാൻ ഉദ്ധരിച്ച് കേൾപ്പിച്ചത്. ദൈവത്തിന്റെ നീതിക്ക് ഒരണു പോലും ഭംഗം വരാതെ ദൈവത്തിന്റെ പാപത്തെ ശിക്ഷ വിധിക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ ദൈവത്തിന്റെ കരുണ പാപിയായ മനുഷ്യനെ അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിക്കാതെ സ്വതന്ത്രനായി നീതീകരിച്ച് വിടുകയും ചെയ്യണം. ഇതാണ് കാൽവറിലെ ക്രൂശിൽ സംഭവിച്ചത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നമുക്ക് വേണ്ടി കാൽവറിൽ ബലിയായി അർപ്പിച്ച കർത്താവായ യേശു ദൈവമുമ്പാകെ നമുക്ക് വേണ്ടി നീതീകരണവും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി മാറി. ദൈവത്തിന്റെ നീതി നിവർത്തിച്ചു. പാപിയെ ശിക്ഷിക്കാനുള്ള ദൈവനീതി യേശു ക്രിസ്തുവിന്മേൽ ദൈവം അവന്റെ ബലിയിൽ അത് നിവർത്തിച്ചു. അതേസമയത്ത് പാപിയെ ശിക്ഷിക്കാതെ വെറുതെ അയക്കുക എന്നുള്ള ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ സാധിച്ചു. അപ്പൊ ഒരേ സമയത്ത് തന്നെ ദൈവത്തിന്റെ നീതിയും ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു, ദൈവത്തിന്റെ കരുണയും പ്രാവർത്തികമാക്കപ്പെട്ടു. ദൈവത്തിന്റെ നീതി പാപിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ പാപത്തിന് ദൈവം ക്രൂശിന്മേൽ ശിക്ഷ വിധിച്ചു. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവം തന്റെ നീതി പാപത്തിനെതിരെയുള്ള നടത്തി. അതേ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുന്ന ഒരു പാപിയെ അവനെ ശിക്ഷിക്കാതെ വിശ്വസ്തനായി നീതീകരിക്കപ്പെട്ട് കുറ്റമറ്റവനായി വെറുതെ അയക്കുന്ന പ്രവൃത്തി. അതാണ് എഫേസ്യ ലേഖനം 2:19 വാക്കിൽ പൗലോസ് പറയുന്നത്. അവൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. വേർപാടും അടിച്ചവരെ ഇടിച്ചുകളെന്ത് ചെയ്തു? ക്രൂശിൽ വെച്ച് അവർ സമാധാനമുണ്ടാക്കി ഇരുപക്ഷത്തെയും ദൈവത്തോട് നിരപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനമാണ് കാൽവറിലെ ക്രൂശ്. ദൈവത്തിന്റെ കരുണയുടെ പ്രദർശന വേദിയുമാണ് കാൽവറിലെ ക്രൂശ്. എങ്ങനെയാണ് ഒരു പാപിക്ക് നീതിരിക്കപ്പെടാൻ സാധിക്കുക? ദൈവത്തിനും ആ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹൗ എ സിന്നർ ക്യാൻ ബി ജസ്റ്റിഫൈഡ് ഓഫ് ഹിസ് സിൻ. എങ്ങനെയാണ് പാപിക്ക് തന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീതിരിക്കപ്പെടാൻ കഴിയുക? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, റോമാലേഖനം 5-1 വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമൻ 5:1 പൗലോസ് പറയാണ്. മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവൃത്തികളല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ അവനിൽ വിശ്വസിക്കുന്നത് മൂലമായിട്ടാണ് സൗജന്യമായി പാപി നീതീകരിക്കപ്പെടുന്നത്. ഇനി നീതീകരണം എന്താണെന്ന് ഞാൻ പറയാം. വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ? അത് ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ജുഡീഷ്യൽ ഡിക്ലറേഷൻ ബൈ വിച്ച് ഗോഡ് ഡിക്ലയർസ് എ സിന്നർ ടു ബി റൈറ്റസ് on the basis of his personal faith and confession upon the death and resurrection of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് ആ കാര്യത്തെ വിശ്വാസത്താൽ ഏറ്റുപറയുന്ന ഒരുവനെ ദൈവം എന്ത് ചെയ്തു? കുറ്റമില്ലാത്തവനായി വെറുതെ അയക്കുന്ന സ്വർഗീയ കോടതി പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത്. വാസ്തവത്തില് എന്തോ ഇവിടെ ഉണ്ടായി? ഇന്ന് ലോക കോടതികളില് ദൈവിക കോടതിയിൽ നിർദോഷി എന്ന വിധിയുണ്ടായി പാപിയായ മനുഷ്യനെ വെറുതെ അയച്ചുകളയുന്നു. ഒരു പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ സിംഹാസനം നിൽക്കുമ്പോൾ സ്വർഗം കർത്താവായ യേശു ക്രിസ്തുവിൽ ഇവൻ വിശ്വസിച്ചു എന്ന ഏക കാരണത്താൽ അവനെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും കുറ്റമല്ലാതായി വിധി എഴുതി. നിർദോഷിയായി, നിഷ്കളങ്കനായി, കുറ്റമില്ലാത്തവനായി, ശിക്ഷ അനുഭവിക്കേണ്ടാത്തവനായി അവനെ സ്വർഗം വെറുതെ അയക്കുന്ന സ്വർഗീയ കോടതിയുടെ വിധി പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ നീതീകരണം എന്ന് പറയുന്നത്. അപ്പൊ വാസ്തവത്തിലെ ഒരു വ്യക്തിയുടെ പാപത്തിന്റെ എണ്ണവും വണ്ണവും എന്തു തന്നെ ആയാലും അവൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ എന്ത് ചെയ്യുന്നു? നീതിമാനായി പ്രഖ്യാപിച്ച് അവന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നു. ലോക കോടതികൾ, നമ്മുടെ ഇവിടുത്തെ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലുമൊക്കെയായി ഇതുവരെയും വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്ന, വിധി പറയാത്ത, വിധിക്കായി കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് കേസുകളുണ്ട്.
പലപ്പോഴും കോടതികളിലെ വിധി പറയാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണം വർത്തമാന പത്രങ്ങൾ അത് പ്രസിദ്ധപ്പെടുത്താറുണ്ട്. കാലങ്ങൾ കഴിയും തോറും വിധി പറയാതെ അവശേഷിക്കുന്ന കേസുകളുടെ എണ്ണം കോടതികൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഒരു വസ്തുത മനസ്സിലാക്കണം, സ്വർഗീയ കോടതിയിൽ വിധി പറയാതെ കിടക്കുന്ന ഒരൊറ്റ കേസ് പോലുമില്ല. ലോകത്തിലെ മുഴുവൻ ആളുകളും, ഇപ്പോഴുള്ള 850 കോടി ആളുകളും ഒന്നിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാലും അവരുടെ പാപത്തിന്റെ കുറ്റം എഴുതിത്തള്ളി അവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്ന ഒരു കോടതിയാണ് സ്വർഗീയ കോടതി. ആ സ്വർഗീയ കോടതിയിലെ കേസ് തീർക്കാത്ത, വിധി പറയാത്ത ഒരു കേസുമില്ല. ഏതൊരു പാപി ദൈവസ്ഥാനിൽ വന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുമോ അവനെ എന്ത് ചെയ്യുന്നു? ദൈവം നീതിമാനായി പ്രഖ്യാപിക്കുന്നു. നീതീകരിക്കപ്പെട്ട വിശ്വാസി തന്നെയും സ്വയനീതി പലപ്പോഴും അവന്റെ ജീവിതത്തിൽ തല ഉയർത്തുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്വയനീതി അവന്റെ തല ഉയർത്തി വന്നു കഴിഞ്ഞാലും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ഞാൻ ഇവിടെ ഓർപ്പിക്കാം. അദ്ദേഹം പറയാണ്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവ കൃപയത്രേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അപ്പം കൃപയിലും ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളർന്ന പൗലോസ് അപ്പോസ്തലന് ദൈവത്തിന്റെ നീതീകരണ വിധിയുടെ ആഴം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും സാധിച്ചു എന്നുള്ളത് ഒരു വിലപ്പെട്ട സത്യമാണ്. ദൈവത്തിന്റെ നീതീകരണത്തെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്ന ബൈബിളികമായ പ്രഖ്യാപനത്തിന്റെ 4 വശങ്ങൾ, 4 വ്യക്തികളുടെ ജീവിതങ്ങൾ കൂടെ ഞാൻ ചുരുക്കമായി ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ ലൈവ് നിർത്താം. ഒന്ന്, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് നീതീകരണത്തിന്റെ വശം മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയാണ്? പൗലോസ് പറയുകയാണ് 1 കൊരിന്ത്യർ 4:4, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. പൗലോസ് തന്റെ ജീവിതവശം പറയുകയാണ്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല. ഐ എം നോട്ട് അവെയർ അബൌട്ട് എനി ഓഫ് മൈ ഫോൾട്ട്സ്. എനിക്ക് യാതൊന്നിനെ കുറിച്ചും ബോധമില്ല. അങ്ങനെ വന്നാലും ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. അപ്പൊ വാസ്തവത്തില് പൗലോസ് കുറ്റമറ്റ ഒരു ജീവിതത്തിന്റെ ഉടമസ്ഥനായി നമുക്കറിയാം. കാരണം അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സന്നിധി സംഘത്തിന്റെ മുമ്പാകെ അദ്ദേഹം നിന്നുകൊണ്ട് പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം, അവൻ യഹൂദന്മാരോട് തന്റെ സഹോദരന്മാരോട് സംബോധന ചെയ്യുകയാണ്, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസം വരെ, എന്താണ്, ഈ നിമിഷം വരെയും ഞാൻ നല്ല മനസ്സാക്ഷിയോട് ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. പ്രവൃത്തികളുടെ പുസ്തകം 23:1. അപ്പൊ മനസ്സാക്ഷി പൂർണ്ണമായി പാലിച്ച് ജീവിച്ച ക്രിസ്തു ഭക്തനായിരുന്ന, കുറ്റമില്ലാത്ത മനസ്സാക്ഷിയുടെ ഉടമസ്ഥനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എങ്കിലും അദ്ദേഹം പറയാണ്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. അപ്പൊ ഏത് കാലത്തും ജീവിച്ചിരുന്ന വിശ്വാസികൾക്ക് ഒരു ഉത്തമമായ മാതൃകയാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം പറയാണ്, ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും കുറ്റം എന്റെ മനസ്സാക്ഷിയെ നിരന്തരമായി ദണ്ഡിപ്പിക്കുന്ന ഉണ്ടാവില്ല എന്ന് വന്നാലും ഞാൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരൻ ആണ്, കുറ്റമറ്റവനല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ്. അപ്പൊ എന്നെ പരിശോധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്നാണ് പൗലോസിന്റെ സാരം. ക്രിസ്തുവിനുള്ള നീതീകരണമാണ് പൗലോസിന് ആശ്വാസമായി ഭവിച്ചത് എന്ന് നാം വായിക്കുന്നു. വാസ്തവത്തിൽ നീതിയും പ്രാഗൽഭ്യവും ഉണ്ടെന്ന് പൗലോസ് കേവലം അവകാശവാദം ചെയ്യുകയല്ല, മറിച്ച് വിശുദ്ധനും പരിശുദ്ധനുമായിരുന്ന ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ തനിക്ക് വേണ്ടി നിവർത്തിച്ച ദൈവനീതിയെ താൻ അംഗീകരിച്ചത് മുതൽ സ്വർഗം തന്നെ നീതിമാനായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ധൈര്യമാണ് പൗലോസ് ആ വാക്കിൽ പറയുന്നത്. അടുത്തതായി നമുക്ക് ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നോക്കാം. ദാനിയേൽ പ്രവാചകന് ഒറ്റയ്ക്ക് നിന്ന് ഒരു സാമ്രാജ്യ വ്യവസ്ഥതയുടെ വചനവിരുദ്ധമായ പ്രവണതകളെ എതിർത്ത ഒരു ദൈവഭക്തനായിരുന്ന പ്രവാചകനായിരുന്നു. അദ്ദേഹം വളരെ ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ ഏതെങ്കിലും തെറ്റ് ചെയ്തതായി ഒരു വചനഭാഗം രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ദാനിയേൽ 9 അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്? എന്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിൽ അത്രയും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാതനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ദാനിയേൽ 9:20, 9:18. അപ്പൊ ദാനിയേല് ഒരു കുറ്റവും ഒരു തെറ്റും ചെയ്തിട്ടുള്ളതായിട്ട് തനിക്ക് ബോധ്യമില്ലെങ്കിലും അവൻ തന്റെയും തന്റെ ജനത്തിന്റെയും പാപങ്ങളെ ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ശ്രദ്ധയെ താനെ ക്ഷണിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ വായിക്കുന്ന ഭക്തനായ യോബിനെ കുറിച്ചാണ്.
ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യനെ കുറിച്ച് ദൈവം നേരിട്ടൊരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആളാണ് ഭക്തനായ യോബ്. യോബിന്റെ പുസ്തകം 1:8 വായിക്കുമ്പോൾ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടവൻ ആകുന്നവൻ, നിർമ്മലൻ, അങ്ങനെയുള്ള വേറെ ഒരുവൻ ഇല്ലല്ലോ എന്ന് ദൈവം തന്നെ പറയുകയാണ്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ എന്നെല്ലാം ദൈവം സാക്ഷ്യം പറയുന്ന ഈ യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം വാസ്തവത്തില് വളരെ നിഷ്കളങ്കനായിരുന്ന നിർമ്മലനായ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനും ആ വാസ്തവത്തില് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ യോബിന്റെ പുസ്തകത്തിന്റെ 42-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, തന്നിൽ തനിക്ക് തന്നെ ബോധ്യമില്ലാതിരുന്ന് കിടന്ന ഒരു കാര്യത്തെക്കുറിച്ച് യോബ് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ദൈവത്തെക്കുറിച്ച് ദൈവം ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് സംസാരിച്ചപ്പോൾ അതിന്റെ പ്രതികരണമായി യോബ് പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. 42:5-6. യോബ് എങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധ്യമില്ലായെങ്കിലും അവന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം നേരിട്ട് സാക്ഷ്യം പറഞ്ഞവനാണെങ്കിലും ദൈവം മുമ്പാകെ അനുദപിച്ച് തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവമാണ് നീതിമാൻ, താൻ നീതിയില്ലാത്തവനാണ് എന്ന് അവനെ സമ്മതിക്കത്തക്ക നിലയിൽ അവൻ ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞു എന്ന് വായിക്കുന്നു. അപ്പൊ വാസ്തവത്തില് ഈ കേൾക്കുകയും നേരിട്ട് കാണുകയും ചെയ്യുന്ന തമ്മില് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ശേബാരാജി ശലോമോന്റെ മഹത്വം കാണുവാനായിട്ടോട് വന്നു. കണ്ടിട്ട് അവള് ശലോമോൻ രാജാവിന്റെ രാജധാനിയും യെരൂശലേമിലെ ദേവാലയവും അതിനകത്തെ സന്നാഹങ്ങളും രാജാവിന്റെ അകമ്പടി നായകന്മാരെയും അവന്റെ ഭണ്ഡാരത്തിനും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണം, തങ്കം, വെള്ളി മുതലായ വസ്തുക്കളെയും അവന്റെ പരിവാരങ്ങളെയും എല്ലാം കണ്ടിട്ട് അവൾ പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് കേട്ട കേൾവിയേക്കാൾ എത്രയോ വലുതാണ് നിന്റെ മഹത്വം എന്ന് പറയും. വാസ്തവത്തില് ദൈവത്തിന്റെ മഹത്വത്തെ നേരിട്ട് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴാണ് ഒരു വ്യക്തിക്ക് തന്നെത്താൻ പൊടിയിലും രട്ടിലും കിടന്ന് അനുദപിക്കുവാനായിട്ട്. ഒടുവിലാണ് വായിക്കുന്നത്, സുവിശേഷ പ്രവാചകൻ എന്ന് പഴയമത്തിൽ അറിയപ്പെട്ട ഭക്തനായ മനുഷ്യനായിരുന്നു യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ പ്രവാചകൻ 6 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ മേൽ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ശാപം ഉച്ചരിക്കുന്നുണ്ട്. അത് 5-ാം അധ്യായം വായിച്ചാൽ മതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം വായിച്ചാൽ മതി. 5-ാം അധ്യായത്തില് 5 കൂട്ടം ആളുകളുടെ മേൽ ശാപം ഉച്ചരിക്കുകയാണ്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മറ്റുള്ള ആരെയും നോക്കാതെ തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് യെശയ്യാവ് പറയാണ്, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവ് 6:5. പ്രവാചകനുണ്ടായ വലിയ പരിവർത്തനത്തിന്റെ കാരണം എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടു എന്നുള്ളതാണ്, ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. അവിടെ വായിക്കുന്നു, യെശയ്യാവ് അവന്റെ തേജസ്സ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാകുന്നു ഇത് പറഞ്ഞതെന്നാണ് യോഹന്നാൻ 12:41 യേശു ക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നതായി നമ്മൾ വായിക്കുന്നു. വാസ്തവത്തില് കർത്താവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവപൈതൽ മറ്റുള്ള ആളുകളുടെ മേൽ ശാപം ഉച്ചരിക്കലെന്ന് മാത്രമല്ല, സ്വന്തം ജീവിതത്തിന്റെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തി സ്വയനീതിക്ക് പോകാതെ അല്ലെങ്കിൽ ജീവിതം സ്വയനീതിക്ക് വഴിമാറാതെ ദൈവസന്നിധിയിൽ തന്റെ കുറ്റങ്ങളെയും തന്റെ പാപങ്ങളെയും കണ്ടെത്തി അതിനെ ഏറ്റുപറയുകയും ചെയ്യും. കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും സ്ഥലം പിടിച്ചു കിടക്കുന്ന സ്വയനീതി അത് വിട്ടുകളഞ്ഞ് കൂടുതൽ കൃപയും വിനയവും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പ്രാപിച്ചവരായി ദൈവമുമ്പാകെ ദൈവനീതിയിൽ പ്രശംസിച്ചുകൊണ്ട്, കർത്താവിന്റെ കരുണയിൽ പ്രശംസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് സ്വയനീതിയിൽ ആശ്രയിക്കാതെ പുകഴാതെ നമ്മുടെ വിശ്വാസ ജീവിതയാത്ര മുൻപോട്ട് തുടരുവാൻ ദൈവം ഈ ചെറിയ ആലോചനകളാൽ നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.